ഓക്കെ. അതായത് നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ, നമ്മളിൽ ഒരു നിരവധി കഴിവുകളുള്ള, നിരവധി പവറുകളുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. പക്ഷേ എന്താണ്, മനുഷ്യൻ വിചാരിച്ചിരുമ്പോൾ നമ്മൾ വെറും 5-6 അടി മാത്രം വലിപ്പമുള്ള ഒരു ഒരു സങ്കുചിതമായ ഒരു വലിപ്പത്തിൽ ഒതുങ്ങുന്ന ഒരു ജീവിയാണ് എന്ന് മാത്രമാണ്. പക്ഷേ നമ്മളുടെ പരിമിതികളെ ചെറുതല്ല, മനസ്സിലായില്ലേ? പരിമിതി വളരെ വലിയ കഴിവുകളുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അത് നമ്മളുടെ ജനിസിൽപ്പെട്ട, നമ്മളുടെ മനുഷ്യരിലുള്ള നമുക്ക് മുന്നേ ഒരുപാട് പേരെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖത്തിന്റെ പിന്നിലും മനുഷ്യൻ നിർമ്മിതമാണ്. അപ്പൊ നമുക്കറിയാം. അപ്പൊ നമ്മൾ പറയുന്നറിയാമോ, പിന്നെ നമുക്ക് എളുപ്പം എന്താണ് പറയാൻ ഈസി, അത് അവര് ഐക്യു കൂടുതലുള്ള ആൾക്കാരുണ്ട്, നമ്മൾ ഐക്യു കുറഞ്ഞ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവര് ഈ കണ്ടുപിടിച്ചവരും കഴിവുള്ളവരൊക്കെ ഇത് മനുഷ്യനാണ്, അല്ലാതെ പണ്ട് ഏലിയൻസ് വന്നോ അല്ലെങ്കിൽ വേറെ ഏതോ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ അങ്ങനെ ഇത് നമ്മളെ കൂട്ടത്തിലുള്ള കുറെ ആൾക്കാർ തന്നെയാണ് ഇവിടെ ഒരുപാട് സംഭാവനകൾ ചെയ്യുന്നത്. നമുക്ക് എന്തുണ്ട്, എളുപ്പമുണ്ട്. വീട്ടിലെ കാര്യം നോക്കി പരിമിതമായ ബോധത്തിൽ നിന്ന് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ നടത്തി സുഖമായിട്ട് കിടന്നുറങ്ങാൻ തോന്നുമ്പോൾ ഉറങ്ങാം, ഉണരാൻ തോന്നുമ്പോൾ ഉണരാം. നമുക്ക് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല, ഒന്നിനോടൊരു പ്രതിബന്ധമില്ല. ജനിക്കുന്നു, മക്കളെ നോക്കുന്നു, മക്കളെ ജനിപ്പിക്കുന്നു, മക്കളെ നോക്കുന്നു, മരിക്കുന്നു. പിന്നെ ഈ കാണുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അല്ലെങ്കിൽ ടെക്നോളജികളും കണ്ടുപിടുത്തങ്ങളും ഈ കാര്യങ്ങളെല്ലാം ചെയ്ത അത് ഐക്യു പവർ കൂടുതലുള്ള ആൾക്കാർ. അപ്പൊ മനുഷ്യരിൽ അങ്ങനെ 2-3 തിരിച്ചിട്ടൊന്നുമില്ല, ഉപയോഗിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അല്ലാതെ അവന് കൂടുതലും നമുക്ക് കുറവൊന്നുമില്ല. അങ്ങനെ ധരിക്കരുത്. അങ്ങനെ എവിടെയെങ്കിലും സയൻസ് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ സയൻസ് ചായയൊക്കെ ഇവിടെ നിൽക്കും. മനുഷ്യർക്ക് മാത്രമേ കഴിവുള്ളൂ. അല്ലല്ല, അത് ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ തലച്ചോറിന്റെ വില എന്ത് ചെയ്യാണ്? പക്ഷെ അത് തെറ്റാണ് എന്ന് എനിക്ക് പറയണം. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ, അതായത് അവനവന് കഴിയും, അവനവന് ഈ ലോകത്ത് സംഭാവനകൾ കൊടുക്കാൻ കഴിയണം, അവന്റെ തലച്ചോറിലും അല്ലെങ്കിൽ അവന്റെ സ്കില്ലിലും അല്ലെങ്കിൽ അവന്റെ കാഴ്ചപ്പാടിലും വ്യത്യാസങ്ങൾ ഉണ്ട്. അതനുസരിച്ചുള്ള സംഭാവനകൾ ഇവിടെ ചെയ്യാനും പറ്റണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ കോഴ്സുകളോ അല്ലെങ്കിൽ നിങ്ങളെ പ്രൊഫഷണലോ നിങ്ങൾ ചെയ്യുന്ന എന്ത് ജോലിയോ എന്തിലും നിങ്ങളുടേതായ ഒരു സ്കില്ല് അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടേ പോകാവൂ. അതിൽ തയ്യാറായിക്കോണം. അത് ആ ഒരു വാശി മാത്രം വെച്ചാൽ മതി. മനസ്സിലായി? ഞാൻ പറയുന്ന കണക്ട് ആവുന്നുണ്ടോ? ആവശ്യത്തിന് വഴക്കം പറഞ്ഞിട്ട് കണക്ട് ആവുന്നുണ്ടോ എന്നല്ലേ? ഇത് മനസ്സിലായിക്കൊള്ളണം. അപ്പൊ അതിനെന്ത് ചെയ്യാം? അതായത് എനിക്ക് നേരത്തെ പിന്നും കുഴപ്പമില്ലായിരുന്നു. ആ കിണറ്റിന്റെ പടിക്കൊക്കെ പോയി ഒതുങ്ങി നിൽക്കായിരുന്നു. ഇപ്പൊ എന്താണ്, എനിക്ക് സ്കില്ലുണ്ടെന്ന് നിങ്ങളെങ്കിലും ബോധ്യപ്പെടുത്തിയല്ലേ പറ്റും. ഞാൻ കിടന്ന് ഓട്ടം അറിയാമോ? ആ സ്കില്ല് കാണിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? അപ്പൊ ഇതേപോലെയാണ് നമ്മളെ ഫാമിലിക്കകത്ത്, ഫാമിലിയിലോട്, നമ്മളെ മക്കളോട്, നമ്മളെ സമൂഹത്തിനോട്, നമ്മളെ നാട്ടിനോട്, നമ്മളെ രാജ്യത്തിനോട്, നമ്മളെ പ്രൊഫഷണലിനോട്, നമ്മളെ ജോലിയിടങ്ങളിൽ അവിടെയൊക്കെ നമ്മളുടെ ഒരു കഴിവ് നമ്മൾ തെളിയിക്കും. അത് എൻ്റെ കഴിവ് ഞാൻ തെളിയിക്കും എന്ന ഒരിത് ലെവലിലായിരിക്കണം നമ്മൾ ചിന്തിക്കാൻ. അത് ചിന്തിക്കാതിരിക്കുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ, അതായത് ഒരു മനുഷ്യന്റെ പ്രശ്നം, അതായത് ഇവിടേക്ക് നോക്കിയാൽ അറിയാം. അതായത് ഈ ഒരു പൂച്ചയെ കണ്ട് എലികൾ ഓടുന്നത് സ്വാഭാവികമാണ്. മനസ്സിലായില്ലേ?
എന്നാൽ ഒരു പൂച്ചയെ കണ്ട് സിംഹം ഓടിയാലോ? ഈ അവസ്ഥയിലാണ് മനുഷ്യൻ. പൂച്ച എന്ന് പറയുന്ന ഒരു പൂച്ചയെ കണ്ടിട്ട് അതിശക്തനായ സിംഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പൂച്ച എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഒരു മനുഷ്യൻ ഇന്നലെ വരെ അനുഭവിച്ച ചില വേദനകളാണ്. ആ നമ്മളുടെ പ്രശ്നങ്ങൾ, നമ്മളുടെ നഷ്ടങ്ങൾ, നമുക്ക് വിജയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇതെല്ലാം ഒരു പൂച്ചയാണ്. പൂച്ച എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ആ പൂച്ചയെ കണ്ട് ഈ അതിശക്തനായ സിംഹം ഓടിയാലോ? നമ്മളൊരു 10-40 വയസ്സായ നമ്മളുടെ പ്രോബ്ലംസുകളെ കുറിച്ച് ആലോചിച്ച് ഇപ്പോഴും നമ്മളെ പ്രശ്നങ്ങളിൽ നിന്ന്, ആ പ്രോബ്ലംസിൽ നിന്ന് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തിനാ അത്? നമ്മൾ മനസ്സിലാക്കണം. അതായത് പൂച്ച വലിയ ഒരു സംഭവമാണ് എന്നറിഞ്ഞപ്പോൾ ഈ സിംഹം എന്ന നമ്മൾ എന്തായി മാറിയെന്നറിയാമോ? ഒരു എലിയായിട്ട് മാറി. ഇപ്പോ നമ്മളുടെ യഥാർത്ഥ സ്കില്ലിന്റെ, ഞാൻ പറയുന്ന നിങ്ങളുടെ എന്നൊരു വാക്കല്ലേ, ഞാൻ അടക്കമുള്ളതാണ്. നമുക്കിത് പറയുന്നു, ഇതിങ്ങനെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിക്കുന്നു എന്ന് മാത്രമേ ഉള്ളേ. ഞാനെന്ന സിംഹം ഈ ചുറ്റിലുമുള്ള പ്രശ്നങ്ങളെ ഒരു വലിയ പൂച്ചയാണ്, അതെന്നെ പിടിച്ചു തിന്നും എന്നുള്ള ചിന്ത വന്ന് ജീവിതത്തിൽ എന്തായി? ഒരു കേവല എലിയുടെ മനോഭാവമായിട്ട് മാറി. ആ എലിയുടെ മനോഭാവം മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മളുടെ തലച്ചോറ് പിന്നെ എലിയുടെ സ്വഭാവമേ കാണിക്കും. പ്രത്യേകിച്ച് മനുഷ്യൻ, ഞാൻ 3 തരം തലച്ചോറിനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്തവർക്ക് ഇനി നമ്മളത് പറഞ്ഞു വരും. അപ്പോൾ അതായത് എല്ലാ ജീവിയുടെ സ്വഭാവവും നമ്മൾ കാണിക്കും. അതാണ് മനുഷ്യന്റെ ഒരു കുഴപ്പം. എല്ലാ ജീവിയുടെ സ്വഭാവവും കാണിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എലിയാണെന്നങ്ങ് പലതിനും പേടിച്ച് അപ്പോൾ നമ്മളെ പേടിപ്പിച്ച, നമ്മളെ ഭയപ്പെടുത്തിയ ആ പൂച്ച ഏതാണ് എന്ന്, ഏതൊക്കെ പൂച്ചകളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളുടെ എലിയിൽ നിന്ന് നമ്മൾ എന്ത് വരൂ? സിംഹത്തിലേക്ക് നമ്മൾ മാറി വരൂ. ഓക്കെ, നമ്മളുടെ ശക്തിയെ നമ്മൾ ഉപയോഗിക്കാനുള്ള സമയമായിരിക്കണം. മനസ്സിലല്ലേ? വളരെ നിസ്സാരമായ പ്രതിബന്ധങ്ങളിൽ നിന്ന് പോലും നാം ഓടി മാറുകയാണ്. വളരെ നിസ്സാരമായ കാര്യത്തിൽ നമ്മളെ കൊണ്ട് പറ്റൂല, നമുക്ക് സമയമില്ല. മനസ്സിലായില്ലേ? എന്താണ് അതിന് വലിയൊരു വാക്കുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. എന്താണെന്ന് അറിയാമോ? ഒരു വിജയിയുടെ മനോഭാവം എന്തായിരിക്കും? ഏത് സാഹചര്യത്തിലും അവസരങ്ങൾ സെറ്റ് ചെയ്യും, അവസരങ്ങൾ കണ്ടെത്തും. ഒരു വിജയിയുടെ ലക്ഷണം അതാണ്. ഏത് സാഹചര്യത്തിലും അവസരങ്ങൾ കണ്ടെത്തും. ഒരു പരാജിതന്റെ ലക്ഷണം എന്താണ്? എന്ത് അവസരം കിട്ടിയാലും അതിലൊരു സാഹചര്യം കണ്ടെത്തും. കണക്റ്റ് ആയില്ലേ? അത് ആ അവസ്ഥയിലേക്കല്ല നമ്മൾ മാറേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഓടാൻ പറ്റൂല. ഇനി നമ്മളുടെ ഈ കോഴ്സിൽ ഇപ്പോൾ നമ്മൾ വന്നത് മഹാമസ്തിഷ്കമുള്ള മനുഷ്യരാണ്. ഈ തിരിച്ചറിവ് വേണം. വെറും തലച്ചോറല്ല, മഹാമസ്തിഷ്കമുള്ള ആൾക്കാരാണ് നമ്മൾ. ഇത് നമ്മൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മനസ്സിലല്ലേ? അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ അങ്ങ് ഉറപ്പിക്കുക. നമ്മൾ മഹാമസ്തിഷ്കം, തലച്ചോറിന്റെ പവർ മനസ്സിലാക്കുന്നവൻ ആരാണോ അവൻ മഹാമസ്തിഷ്കമുള്ളവനാണ്. അപ്പൊ ഈ ദുർഗതിക്ക് എന്ത് ചെയ്യാണ്? പരിഹാരം ഇടാനുള്ള സമയം നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇനി നമ്മളെ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനല്ല നോക്കേണ്ടത്. മനസ്സിലല്ലേ? എന്ത് ചെയ്യണം? ആ പ്രശ്നത്തിനെ ഒരു മേശ പിടിച്ച് ചുറ്റിലും കസേര എടുത്തിട്ടിട്ട് ആ പ്രശ്നങ്ങളെ മൊത്തം 4 ചുറ്റും കറക്കി ഇരുത്തിയിട്ട് അവരോട് ഒന്ന് മീറ്റിങ്ങിന് ഇരിക്കണം. ഒരു റൗണ്ട് ടേബിള് ചർച്ച ചെയ്യണം. മനസ്സിലായില്ലേ? എല്ലാ പൂച്ചകളെയും വിളിച്ചിരുത്തിയിട്ട് സിംഹമാണ് എന്ന ബോധത്തോടെ എന്ത് ചെയ്യുക?
അതിൻ്റെ അടുത്ത് പോയിരുന്ന് ആ എലികളെ കൂട്ടി എന്ത് ചെയ്യുക? ചർച്ചയ്ക്കിരിക്കുക. ചർച്ചയ്ക്കിരുന്ന് എന്താണ് പ്രശ്നം, നീ എന്നെ മനസ്സിലായില്ലേ? അതിനു വേണ്ടി ജസ്റ്റ് ഒരു മിനിറ്റ് ആലോചിക്കാം. ഞാൻ ഓടണോ, ഞാൻ സിംഹമാണോ എലിയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് സിംഹമാണെന്ന ബോധത്തോടെ എന്ത് ചെയ്യുക? പൂച്ചകളെ വിളിച്ചു കൂട്ടിയിട്ട് ചർച്ചയ്ക്കിരിക്കണം. നമ്മൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ സകലതും വേദനയാണെന്ന് പറഞ്ഞ് ഇരിക്കാതെ, ഈ ക്ലാസ് കേട്ടിട്ട് പോയവർ ഇനി ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന ആരും, അതായത് എല്ലാവരും, ആരും എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മളുടെ പ്രശ്നമാകുന്ന പൂച്ചകളെ ഞാൻ സിംഹമാണെന്ന ധൈര്യത്തോടെ, അതിന് അടുത്ത ചാപ്റ്റർ മനസ്സിലാവും, മഹാമസ്തിഷ്കത്തിന്റെ പവർ മനസ്സിലാവും, വിളിച്ചിരുത്തിയിട്ട് അവരുമായി മീറ്റ് ചെയ്യണം. എന്താണ് വിഷയം പറയാം. നിങ്ങൾക്ക് എന്നും എന്നെ വേദനിപ്പിക്കേണ്ട കാര്യം എന്തോന്നും മനസ്സിലായില്ലേ? നീ കുറേ കാലം, നീ പണ്ട് കാലത്തെ നീ എന്നെ വേദനിപ്പിച്ചാണ്. നീ വീണ്ടും എന്നെ എന്തിനെ ഇങ്ങനെ ചിന്തിപ്പിച്ച് വേദനിപ്പിക്കുന്നു? എനിക്ക് യാതൊരു കാര്യം ഉണ്ടാകുമ്പോഴും ബ്ലോക്ക് ഉണ്ടാവുന്നു. ബ്ലോക്ക് എന്ന് പറയുന്ന പൂച്ച എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലോക്ക് പൂച്ചേ, എന്താണ് നീ എന്നെ എല്ലാത്തിലും ബ്ലോക്ക് ആക്കണത്? മനസ്സിലായില്ലേ? നമ്മളെ മടി ഉണ്ടാക്കുന്ന പൂച്ച കാണും, മനസ്സിലായില്ലേ? മടിപ്പൂച്ചേ, നീ എനക്ക് എന്താണ് വിഷയം? ഞാൻ ഇത്തിരി എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ഇറങ്ങുമ്പോൾ നീ എന്തിനെങ്കിലും മടിയാക്കുന്നത്? ഇങ്ങനെ എല്ലാ പൂച്ചകളെയും വിളിച്ചിരുത്തി എന്ത് ചെയ്യണം? വട്ടമേശ സമ്മേളനത്തിൽ ഇരുത്തിയിട്ട് സംസാരിക്കണം. നിങ്ങൾ മനസ്സിലാക്ക്, നിങ്ങളെക്കാൾ എത്രയോ ശക്തനാണ് ഞാൻ. നീയൊക്കെ എത്രയോ പ്രശ്നങ്ങൾ കൂടി നിന്നാലും ഞാൻ എന്ത് ചെയ്യും? ഇതിനെയൊക്കെ മേലിലോട്ട് ഫൈറ്റ് ചെയ്യാനുള്ള, നിന്നെയൊക്കെ പൊളിക്കാൻ, നിന്റെയൊക്കെ ഇനത്തിൽപ്പെട്ട, നീയൊക്കെ പ്രശ്നമാണ്, നിന്റെയൊക്കെ ഇനത്തിൽപ്പെട്ട ഏറ്റവും വലിയ രാജാവാണ് ഞാൻ. അതുകൊണ്ട് എന്ത് ചെയ്യുക? നീ എന്നെ എലിയാക്കാണെന്ന് നോക്കണ്ട. ആവശ്യത്തിന് ഓരോരുത്തരെ ഞാൻ വിളിക്കുമ്പോൾ വന്നോളണം, പൊക്കോളണം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് നിർത്തണം. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് നിർത്തിയിട്ട്, അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്തിട്ടല്ലാതെ നാളെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത 1 to 1 വരുമ്പോഴത്തേക്ക് വരരുത്. ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്ത് പോകണം. മഹാമസ്തിഷ്കമുള്ളതാണ്. അതായത് ഈ വൈരാഗ്യം എന്നൊക്കെ പറയുന്ന സാധനമേ, നമ്മളുടെ ചില നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഇല്ലാതാക്കുന്നതിനോട് ആ വൈരാഗ്യമൊക്കെ അപ്ലൈ ചെയ്യാനുള്ള സാധനമാണ്. അയ്യോ വൈരാഗ്യം ഭയങ്കര വൈരാഗ്യ സുഖമൊന്നും പാടില്ല. നമ്മളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഒഴിവാക്കാൻ അതായത് നമുക്ക് മോശപ്പെട്ടത് എന്താണോ അത് ഒഴിവാക്കാൻ പാടും, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തത് എന്താണോ അത് ഒഴിവാക്കാൻ പാടും, ആവശ്യമുള്ളത് എന്തോ അത് തുടങ്ങാൻ പാടും. ആ തോട്ടം ആലോചിക്കണം. നമുക്ക് മനസ്സിലായില്ലേ? ആവശ്യമില്ലാത്തത് എന്താണ്? ഒഴിവാക്കാൻ പാടാം. ആവശ്യമില്ലാത്തത് പെട്ടെന്ന് നമ്മളോട് തലവയ്ക്കുകയും ചെയ്യും. തുടങ്ങാൻ എളുപ്പം ആവശ്യമില്ലാത്തത്, എന്നാൽ ഒഴിവാക്കാനാണെങ്കിൽ പാടുവാണ്. എന്നാൽ ആവശ്യമുള്ളതാണെങ്കിലാ തുടങ്ങാൻ ഭയങ്കര പാടാണ്, എന്നാൽ ഒഴിവാക്കാൻ ഒരു പാടുമില്ല, ടക്കനെ ഒഴിവാക്കുകയും ചെയ്യും ആവശ്യമുള്ളത്. എന്തൊരു മനുഷ്യൻ! ഞാൻ പറയുന്ന കണക്ട് ആകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇതങ്ങനെ കാണും. അവിടെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് അടിക്കേ. എന്തുകൊണ്ട്? അപ്പൊ ഇനി ഇപ്പൊ ഇത് വന്ന്, അപ്പൊ ഇനി അയ്യോ അതെന്തുകൊണ്ടാണ് സാറേ, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് മറ്റൊരാളുടെ അടുത്ത് അതെന്തുകൊണ്ടാണ് അതൊന്നുമല്ല. അതെന്തുകൊണ്ടാണെന്ന് അവനോട് ചോദിച്ചിട്ട് അതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്താനുള്ള തലച്ചോറും കൂടിയാണ് അവനുള്ളത്. ബുദ്ധൻ വേദനയുടെ അല്ലെങ്കിൽ ദുഃഖത്തിന്റെ കാരണം കണ്ടെത്തിയതേ ഈ ലോകത്തിന്റെ ഒന്നും അല്ല, ബുദ്ധന്റെ ദുഃഖത്തിന്റെ കാരണമാണ് ബുദ്ധൻ കണ്ടെത്തിയത്. ഒരു ഫിലോസഫി പറഞ്ഞു അതിനൊക്കെ അവനവന്റെ പ്രശ്നങ്ങളുടെ പോരായ്മകൾ അല്ലെങ്കിൽ ഈ വിഷയം 100 പേരോട് ചോദിക്കുന്നതിനേക്കാൾ അത്
എന്നിലുണ്ട്, എന്നിൽ എൻ്റെ പ്രോബ്ലം പരിഹരിക്കാനുള്ള ആളുണ്ട് എന്ന ഒരു തോന്നലും കൂടെ നമ്മൾക്ക് വേണം. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവും കൂടി, അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കാനുള്ള, നമ്മളെ ചോദ്യം ചെയ്യാനുള്ള, നമ്മളെ പരിശോധിക്കാനുള്ള, അതൊക്കെയാണ് മെഡിറ്റേഷൻ. അല്ലാതെ മെഡിറ്റേഷൻ ഇരുന്ന ഉറങ്ങിപ്പോകണം എന്നുള്ളതാണ് പലരും പറയും. മെഡിറ്റേഷൻ ഇരുന്ന പെട്ടെന്ന് ഉറങ്ങിപ്പോകും സാറേ, ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറയുന്നതൊക്കെ എന്താണ്? വിശ്രമിച്ച് തലച്ചോറ് അലസമായി വെച്ചിരിക്കുന്ന ആളിന് മെഡിറ്റേഷൻ്റെ ആവശ്യമൊന്നുമില്ല. തിളച്ച് ചിന്തകൾ കൊണ്ടും അറിവുകൾ കൊണ്ടും മനനം കൊണ്ടും തിളച്ചിരിക്കുന്ന തലച്ചോറിന് റിലാക്സ് ആണ് മെഡിറ്റേഷൻ. അല്ലാതെ ഉറക്കം മെഡിറ്റേഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞു, വീണ്ടും ഇറങ്ങുന്നു, സമാധാനമാകുന്നു. സംസാരിക്കുമ്പോൾ പോലും ഭയങ്കര സൂക്ഷ്മത, അപ്പുറം പറയില്ല ഇപ്പുറം പറയില്ല, അങ്ങോട്ട് നെഗറ്റീവുള്ള സ്ഥലത്ത് പോവില്ല, പോസിറ്റീവുള്ള സ്ഥലത്തേ പോവുള്ളൂ. നമ്മൾ പേടിച്ച് ജീവിക്കുകയാണ്. അതിനുശേഷം എനിക്കറിയാം, യോഗയൊക്കെ പഠിച്ച് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു, അവിടെ പോയാൽ നെഗറ്റീവാണ്, ഞാൻ അങ്ങോട്ട് പോവില്ല. ഒരു പ്രശ്നം കണ്ട പോവില്ല. അയ്യോ, അവന്റെ തലച്ചോറ് എന്തായി വരെയാണ്? മനുഷ്യന്റെയും സമൂഹത്തിന്റെയും ഇടയിൽ കിടക്കുന്ന പ്രശ്നങ്ങളോ പ്രതിസന്ധി ഘട്ടങ്ങളോ സംഭവിക്കുമ്പോൾ അവിടെ നിന്ന് എസ്കേപ്പായി അതിൽ നിന്ന് അതൊക്കെ, കാരണം ആ പ്രശ്നങ്ങളിൽ പോയി ഇടപെട്ട് അവരോട് സംസാരിക്കുകയോ അത്തരം കാര്യങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ രാവിലെയൊക്കെ നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മൾ കുറേ കാലമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ മാനസികാവസ്ഥ എന്ത് ചെയ്യും? നഷ്ടമാവും. വീട്ടിലൊരു പാമ്പ് കയറുമെങ്കിൽ ഒരു മെഡിറ്റേഷൻ ഇല്ലാത്ത വേറൊരു അതിലെ പോലെ സാധാരണപ്പെട്ട ഒരു കളയക്കാരൻ വരണം അത് ഒന്ന് എടുത്ത് കളയണമെങ്കിൽ. അപ്പൊ അത്രമാത്രം മാനസികപരമായ ധൈര്യമാണോ, ധൈര്യം ഇല്ലായ്മയാണോ? ഞാനിത് പറഞ്ഞിട്ടൊരു കാരണമാണ്. ഞാനിത് പറയുമ്പോൾ അല്ലെങ്കിൽ ആ വശങ്ങൾ പറയുമ്പോൾ ഞാൻ അതും കൂടെ പറയുന്നത്, നമ്മൾ അവിടെയൊക്കെ അതിജീവിക്കുന്നത് ഞാൻ തലച്ചോറിന്റെ പവറിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. തലച്ചോറ് ചിന്തിച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന സംഭാവനകൾ വേണം. ബുദ്ധിസത്തിന്റെ ഞാൻ ബുദ്ധമത അനുകൂലിയല്ല, പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ അനുകൂലിയല്ല, നിഷേധിയല്ല. എല്ലാ ദർശനങ്ങൾക്കും ഞാൻ എൻ്റെ ആവശ്യത്തിന് എടുത്തിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഒക്കെ ചെയ്യുന്നത്. അതെല്ലാ മതത്തിൽ നിന്നും എല്ലാ ദർശനങ്ങളിൽ നിന്നും ഞാൻ എടുത്തിട്ടുണ്ട്. മനസ്സിലല്ലേ? തല കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നു മാത്രമേ ഉള്ളൂ. തല കെട്ടുപോകാതിരിക്കാൻ വേണ്ടി അവരൊക്കെ ബുദ്ധിസത്തിലൊക്കെ സംഭാവന ലോകത്തിന് ഭയങ്കരമായ സംഭാവന കൊടുത്തിട്ടുള്ള ചിന്തകളൊക്കെ അസാധ്യമായ ചിന്തകളാണ്. അവര് റിലാക്സ് ചെയ്ത് ഒന്നും ചിന്തിക്കാതെ എന്തൊക്കെയോ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ചിന്ത കയറി വരണം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. തലച്ചോറിനെ കുറിച്ച് ഞാൻ ഈ ഒരു റൂട്ട് പറഞ്ഞാണ്. നമ്മൾ അത്രയും പവറോടുകൂടി നമ്മളുടെ പ്രോബ്ലംസുകളെ നോക്കി കാണാൻ കഴിയുന്നത് നമ്മളെ ഇല്ലാതാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമുക്കത് വേണ്ടാന്ന് തോന്നണമെങ്കിൽ മാത്രമേ പ്രോബ്ലംസ് ഉള്ളൂ. എല്ലാ പ്രോബ്ലംസ് ഒന്നുമില്ല. ഞാൻ വേണ്ടാന്ന് ഒഴിവാക്കിയ കാര്യം നിങ്ങളത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളത് എടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരു പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ ഉപയോഗിക്കുമ്പോഴും അത് പ്രോബ്ലം അല്ല. എൻ്റെ മനസ്സ് പറയണത് വേണ്ട, എന്നിട്ട് അത് വേണ്ടാന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ, അല്ല വേണ്ടെന്ന് പറയുകയും എനിക്കത് വേണമെന്ന് തോന്നുകയും ചെയ്യുന്നത് അപ്പോഴാണ് ഒരു പ്രോബ്ലംസ്. അല്ലെങ്കിൽ നമ്മളൊരു പ്രവർത്തനം, ഒരു വർക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ ഈ കഥ പറഞ്ഞത്, ഇത്രയും കഥ ഞാൻ ഇതിനകത്ത് ഈ സംഭവം കൂടെ ഞാൻ കണക്ട് ചെയ്ത് പറയുമ്പോൾ ന്യൂറോൺ കണക്ട് ചെയ്ത് പോയതുകൊണ്ട് ഞാൻ പോയെങ്കിലും ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. പൂച്ച. അപ്പൊ ഈ പൂച്ചകളുമായിട്ടുള്ള പ്രശ്നങ്ങളെ കൃത്യമായും നമ്മൾ വിലയിരുത്തണം. അതിന് ഞാൻ ഈ പറഞ്ഞതുപോലെ തലച്ചോറ് നമ്മളുടെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ചിന്തകൾക്കകത്ത് ചെന്ന് നമ്മുടെ മനോഭാവങ്ങളെ നോക്കിയേ പറ്റൂ. നമുക്ക് പുറം പഠിപ്പ് മാത്രം പറ്റൂല, കാര്യമില്ല. അകംപടുപ്പ് വേണം. പുറം പഠിപ്പ് മാത്രം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ആവുമെന്ന് വിചാരിക്കരുത്. അകംപടുപ്പ് വേണം. പുറം പഠിപ്പ് പോലെ അകംപടുപ്പും പോലെ പുറം പഠിപ്പും വേണം. നമ്മളെ ക്ലിയർ ചെയ്യേണ്ട, നമ്മളെ രക്ഷപ്പെടുത്തേണ്ട അത് മറ്റുള്ളവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിചാരിക്കരുത്. നമുക്കൊരു അവസരം, ഒരു വഴി മറ്റൊരാൾ ചിലപ്പോൾ പിടിച്ച് ചൂണ്ടിക്കാണിച്ചു തന്നാൽ നമ്മൾ പോയിട്ടില്ലാത്ത വഴിയാണെങ്കിൽ നമുക്ക് സന്തോഷം. പക്ഷെ വഴി അറിയാം, എന്നാലും ലവൻ പോകണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോയില്ല.
അല്ലെങ്കിൽ അവൻ എന്നെ കൊണ്ടുപോയില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല എന്നൊന്നും ജീവിതത്തിൽ ചിന്തിക്കരുത്. അങ്ങനെ പല എസ്കേപ്പിസം കാണിച്ച് തലച്ചോറിന്റെ നമ്മളെ ഏറ്റവും വലിയ ശത്രുവും നമ്മളുടെ ഏറ്റവും വലിയ പവറും നമ്മളെ തലച്ചോറ് തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊള്ളണം. നമ്മളെ മനസ്സ് തന്നെയാണ്. മനസ്സാണ് തലച്ചോറിനെ ചെയ്യിപ്പിക്കുന്നത് എല്ലാം. അതായത് മനോഭാവം. അത് എല്ലാവരും ശ്രദ്ധിച്ചേക്കുക. അതുകൊണ്ട് ഇന്ന് മുതൽ വീട്ടിൽ കിടക്കുന്ന പൂച്ചകളെയൊക്കെ മൊത്തത്തിൽ പറക്കി വിളിച്ചിരുത്തി ചോദ്യം ക്ലാസ് കഴിഞ്ഞ ഉടനെ പൂച്ചകളെ മൊത്തം പുറത്തിറക്കുക ഏട്ടാ. നമ്മള് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നതേ അനാവശ്യ ഭയമാണ്. നിങ്ങളൊന്ന് ആലോചിക്കേ, നമ്മൾ നേരിട്ടിട്ടുള്ള ഓരോരുത്തരോരുത്തർ പോകുന്നുണ്ടോ? 10 കാലമായല്ലേ. നമ്മൾ നേരിട്ടിട്ടുള്ള പല പ്രോബ്ലംസുകളും അല്ലെങ്കിൽ പല പ്രോബ്ലംസുകൾ എന്ന് വിചാരിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ പ്രോബ്ലംസിലൂടെ നമ്മൾ ഭയപ്പെട്ടത്, ചെറിയ പ്രോബ്ലംസ് ആണെങ്കിൽ പോലും ഭയപ്പെട്ടത് സത്യത്തിൽ അനാവശ്യമായിട്ടുള്ള ഭയമാണ്. മനസ്സിലല്ലേ? ഇതിന്റെ പിന്നിൽ എന്താണ്? ഒന്നുമില്ല, നമ്മളെ ആ സിംഹമാകുന്ന നാം എലിയെ പോലെ ഓടി ഈ ചിന്ത കൊണ്ട് ഓടി മറയാണ് ചെയ്തത്. ഓക്കെ, ഇതിന്റെ ലാസ്റ്റ് കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഞാൻ 7ാമത്തെയും കൂടി ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് 7ാമത്തേൽ വിധിയും മനഃശക്തിയും എന്ന് പറഞ്ഞൊരു ഏരിയ അവിടെ കണക്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ സംസാരമല്ലേ, പരിധി വേണ്ടേ, നിർത്തണ്ടേ? ഓക്കെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹത്തരമായ മനുഷ്യ ശരീരത്തിനോട് നീതി പുലർത്താൻ, നമ്മുടെ കഴിവിനെ നമ്മൾ മനസ്സിലാക്കാൻ, ഒരു സെക്കൻഡ്, സമയമായിരിക്കണം. നമുക്ക് നമ്മളുടെ കഴിവിനെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹത്തരമായ മനുഷ്യ ശരീരത്തിനോട് നീതി പുലർത്താൻ സമയമായിരിക്കുന്നു. പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ തളരാൻ ഞങ്ങളെ അനുവദിക്കാതിരിക്കുമ്പോൾ പൂച്ചയെ കണ്ട് ഭയന്നോടുന്ന സിംഹമാവുകയാണ് നമ്മളെന്ന് ഓർക്കുക. എൻ്റെ ഇപ്പോഴത്തെ സങ്കല്പത്തിനും കാഴ്ചപ്പാടിനും അതീതമായ ശക്തികൾ ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ ശരീരവും മനസ്സും. എൻ്റെ ഇപ്പോഴത്തെ സങ്കല്പത്തിനും കാഴ്ചപ്പാടിനും അതീതമായ ശക്തികൾ ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ ശരീരവും എൻ്റെ മനസ്സും. എൻ്റെ ഇപ്പോഴത്തെ സങ്കല്പത്തിനും കാഴ്ചപ്പാടിനും അതീതമായ ശക്തികൾ ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എന്ന കാഴ്ചപ്പാട്, ബോധം നമുക്കുണ്ടാവണം. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ പ്രതിഭാസങ്ങളെ ഒരു ചെറു പുഞ്ചിരിയോടെ എന്ത് ചെയ്യാം, നമുക്ക് നോക്കിക്കാണാം. മനസ്സിലല്ലേ? നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, പൂച്ചകളെ ഒക്കെ, അല്ലെങ്കിൽ എല്ലാം നമ്മളെ കഴിഞ്ഞുപോയ എല്ലാ അവസ്ഥകളെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറു പുഞ്ചിരിയോട് എന്ത് ചെയ്യാം, നോക്കിക്കാണാം. നമ്മൾ വിചാരിക്കുന്ന ജീവമരണ പ്രശ്നമെന്ന് വിചാരിച്ചില്ലേ, അതൊക്കെ വെറും അബദ്ധധാരണയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായിക്കോളും. മനസ്സിലല്ലേ? അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എത്ര കൂരിരുട്ടിനും പ്രകാശത്തെ മറയ്ക്കാനാവില്ല. സൂര്യപ്രകാശത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? സൂര്യപ്രകാശത്തല്ല, പ്രകാശത്തെ, എത്ര ഇരുട്ടായ സ്ഥലം ആയിക്കോട്ടെ, അവിടെ ഒരു പ്രകാശം തെളിച്ചാൽ ആ കൂരിരുട്ടിനെ നശിപ്പിക്കാൻ പറ്റില്ല. ആ പ്രകാശത്തെ അവിടെ ആ ഇരുട്ടിന് വഴി മാറിക്കൊടുത്തേ പറ്റൂ. മനസ്സിലായി? ഒരു കാർമേഘത്തിനും സൂര്യനെ പൂർണ്ണമായും മറയ്ക്കാനാവില്ല. നമ്മൾ മനസ്സിലാക്കുക, കാർമേഘം സൂര്യൻ എത്രയോ മുകളിലും എത്രയോ ശക്തനുമാണ്. അവിടെ വെറും സൂര്യന്റെ ഗ്രാവിറ്റിക്കകത്ത് മാത്രം കിടന്ന് കറങ്ങുന്ന ഒരു കാർമേഘത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നിനും നമ്മളെ തടഞ്ഞു നിർത്താനാകില്ല. ആ ഒരു ബോധം നമുക്ക് വേണം. ഓക്കെ, നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് സുഗമമായി പ്രവഹിക്കാൻ കഴിയണം. നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് സുഗമമായി
പ്രവഹിക്കാൻ കഴിയുമെന്ന ബോധം നമുക്കുണ്ടാവണം. മനസ്സിലായില്ലേ? സിംഹം ഒരു മനുഷ്യന്റെ വിജയിക്കാനുള്ള കരുത്താണെന്ന് മനസ്സിലാക്കണം. പൂച്ച മനുഷ്യന്റെ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കണം. എലി എന്നത് എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ എല്ലാത്തിനും പെട്ടുപോയി എന്ന് വിചാരിക്കുന്ന ഒരു മാനസിക അവസ്ഥ മാത്രമാണ് എലി എന്ന ഈ 3 കഥാപാത്രത്തെ നമ്മളെ മനസ്സിൽ മായാതെ മറക്കാതെ വെച്ചേക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സൂര്യൻ എന്തിനു വെളിച്ചത്തിന് വേണ്ടി ചൂട്ടുകറ്റയെ ആശ്രയിക്കണം? സൂര്യൻ എന്തിനാണ് വെളിച്ചത്തിന് വേണ്ടി ചൂട്ടുകറ്റയെ ആശ്രയിക്കുന്നത്? നമ്മൾ സത്യത്തിൽ നമ്മളുടെ യഥാർത്ഥ പവർ അറിയുമ്പോൾ നമ്മളെ സൂര്യനാകുന്ന നമ്മളുടെ വെളിച്ചത്തെ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ മറ്റെന്തോ ചൂട്ടുകറ്റയെ എന്തിനാണ് ചൂട്ടുകറ്റ കിട്ടിയാലേ എനിക്ക് വഴി കാണാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നേ. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ശക്തിയും ഞങ്ങളിലുണ്ട്. ഞങ്ങളിലേക്ക് നോക്കി ആ ശക്തിയെ തിരിച്ചറിയുക മാത്രമാണ് ഞങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ശക്തിയും നിങ്ങളിലുണ്ട്. നിങ്ങളിലേക്ക് നോക്കി ആ ശക്തിയെ തിരിച്ചറിയുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. മനസ്സിലായി? അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ ഒരു പ്രതിഭാസമാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങും. അവർണവും അജ്ഞാതവും അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ ഒരു പ്രതിഭാസമാണ് നിങ്ങളെന്ന് നീയെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങും. മനസ്സിലല്ലേ? ഇന്നലെയുടെ നാളെയും നാളെയുടെ ഇന്നലെയുമായ ഇന്നിൽ നിന്ന് തന്നെ നിങ്ങളെ തിരിച്ചറിയാനുള്ള യഥാർത്ഥ വിജയം നേടുവാനുള്ള യാത്രയ്ക്ക് തുടക്കം കുറിക്കണം. ഇന്നലകളിലെ നാളെയുടെ ഇന്നലെയായ ഇന്ന്, ഈ നിമിഷം, ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയാനുള്ള യഥാർത്ഥ വിജയം നേടുവാനുള്ള യാത്രയ്ക്ക് തുടക്കം കുറിച്ച് തുടങ്ങണം. ഈ ക്ലാസ് കേൾക്കുന്നവർ അതിനുവേണ്ടി മാനസികപരമായി തയ്യാറായി തുടങ്ങണം. വാശി വേണം, സ്വന്തം ഇത്തരം കാര്യത്തിനോട് വൈരാഗ്യം വേണം. ഇതൊക്കെ നമ്മൾ നൈസിന് വിട്ടുകൊടുത്താൽ നമ്മളിൽ കിടക്കുന്ന മടിയും കാര്യങ്ങളും എല്ലാം നമ്മളുടെ കടന്നുകൂടി നമ്മളെ ഇല്ലാതാക്കും. മനസ്സിലായില്ലേ? പരിമിതമായ ബോധത്തിൽ നിന്നും അപരിമിതമായ ബോധത്തിലേക്കുള്ള നിങ്ങളുടെ മാറ്റത്തിന്റെ ആദ്യ ചുവട് ഈ നിമിഷം ഇവിടെ തുടങ്ങണം. എല്ലാം പരിധി എന്നുള്ള ആ സിറ്റുവേഷൻ മാറ്റിവെച്ച് പരിമിതമായ ബോധത്തിൽ നിന്നും അപരിമിതമായ ബോധത്തിലേക്കുള്ള ബോധമായ ഒന്നിലേക്കുള്ള നിങ്ങളുടെ മാറ്റത്തിന്റെ ആദ്യത്തെ ചുവട് ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയത്തോണ്ട് ആദ്യമായി ഇപ്പൊ കാല് വയ്ക്കണം. ഞാൻ സക്സസ്. ആദ്യ ചുവട് വെച്ചോ എല്ലാവരും? ഓക്കെ. ഇത് ഒരവസാനത്തിന്റെ ആരംഭമാണ്. നിങ്ങളുടെ പരിധികളുടെ അവസാനം മാനസിക വികാസത്തിന്റെ തുടക്കം. കഴിവിന്റെ പരമാവധിയുടെ അവസാനം മാനസിക വികാസത്തിന്റെ തുടക്കമാണ്. മനസ്സിലാക്കണം, ഇത് ചെറിയ വാക്കല്ല. ഈ പറയുന്ന എന്നെ എപ്പോഴൊക്കെ തളർന്നിരിക്കുന്നോ അപ്പോഴൊക്കെ ഓടടാ എന്ന് പറഞ്ഞൊരു വാക്കാണ്. നമ്മളുടെ പരിമിതികളുടെ അവസാനമാണ് മാനസിക വികാസത്തിന്റെ തുടക്കം വരിക. അതുകൊണ്ട് എൻ്റെ കഴിവിനെ പരമാവധി ഞാൻ ചെയ്തേ, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ലേ എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സ് വികസിപ്പിക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നാണ് അർത്ഥം. എത്ര ചെയ്തിട്ടും നടക്കുന്നില്ല, ഞാൻ തോറ്റുപോയി, ഞാൻ വഴി നിർത്തി എന്ന് ചിന്തിക്കുന്നെങ്കിൽ എന്തായി? നിങ്ങൾ അവിടെ നിങ്ങളുടെ മനസ്സിനെ വികസിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? നഷ്ടപ്പെട്ടു പോയ ഇന്നലകളെ ഓർത്ത് ഇന്ന് ദുഃഖിച്ചിരുന്നാൽ നാളെ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ടി വരും, അല്ലെങ്കിൽ കരയേണ്ടി വരും.
ഇന്നലകളുടെ നഷ്ടം ആലോചിച്ച് ഇന്നലെ എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി ജീവിതം മാറ്റി അങ്ങനെ ആലോചിച്ച് ഇന്നലത്തെ നഷ്ടങ്ങളും ദുഃഖങ്ങളും അനുഭവങ്ങളും, അയ്യോ എൻ്റെ ട്രോമ സ്റ്റേജ് അല്ലെങ്കിൽ എന്താണ് ബാല്യകാലത്ത് അങ്ങനെ വന്ന് ഇങ്ങനെ വന്നതൊക്കെ ആക്കി മഹാമസ്തിഷ്കം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ നമ്മൾ, എല്ലാ ജനങ്ങളെയും നോക്കണ്ട, മഹാമസ്തിഷ്കമുള്ള നമ്മൾ എന്തൊരു സാറേ ഓക്കെ. അപ്പൊ നഷ്ടപ്പെട്ടു പോയ ഇന്നലകളെ കുറിച്ച് ഇന്ന് ദുഃഖിച്ചിരുന്നാൽ നാളെ ഇന്നിനെ കുറിച്ച്, ഇന്നത്തെ ദിവസത്തെ കുറിച്ച് നല്ല രീതിയിൽ വീണ്ടും കരയേണ്ടി വരും. അതുകൊണ്ട് ഇന്നലത്തെ നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ച് കരയാതെ നാളത്തെ ലക്ഷ്യത്തിന് വേണ്ടി, നാളത്തെ പ്രതീക്ഷയ്ക്ക് വേണ്ടി, നാളത്തെ കഴിവിന് വേണ്ടി, നാളത്തെ സക്സസിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമുക്ക് ഈ സെക്ഷൻ നമ്മളെ പ്രതിപാദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് ഇനി കറങ്ങി വരുന്ന അടുത്ത നാളുകളിൽ വരുന്ന ക്ലാസ്സുകളിൽ നമ്മളുടെ യഥാർത്ഥ ശത്രു ആരാണ്, ഈ അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിയെടുത്ത, ഒരു സിംഹമായിരുന്ന നമ്മളെ ഒരു എലിയാക്കി മാറ്റിയെടുത്തെങ്കിൽ ആ എലിയാക്കി മാറ്റിയെടുത്ത ആ യഥാർത്ഥ ശത്രു ആരാണ് എന്ന് നമുക്ക് ഇനി വരുന്ന അടുത്ത 7ന്റെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ആ, നമ്മളെ യൂണിവേഴ്സൽ ബാങ്കില് മാസ്റ്റർ വക പൈസ ഉണ്ടെന്ന് പറഞ്ഞു. പൈസ മാസ്റ്റർ നോട്ട് അയച്ചിരുന്നു പറഞ്ഞായിരുന്നു. 5000 17,000 ആ ഉണ്ട്. അല്ല, ഇത് പിന്നെ പറയാം. ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. നമ്മളെ ഇപ്പൊ ഇത്തരം വേറെ സാധനങ്ങൾ പറയണം. ഇത് ഇപ്പൊ ഞാൻ മാക്സിമം എനർജി വെച്ച് ഇങ്ങനെ പതിപ്പിച്ച് വെച്ചൊക്കെയാണ്. അത് പിന്നെ പറയാം കേട്ടാ, ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതങ്ങ് പോവും, എന്താണ് ആ ഫ്രീക്വൻസി, ആ വൈബ്രേഷൻ അങ്ങ് പോവും. അതുകൊണ്ട് ഈ എല്ലാവരും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ഫാസ്റ്റായിട്ടാണോ അതിൻ്റെ 10 മടങ്ങ് മുമ്പോട്ട് ഫാസ്റ്റായിട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ഒന്നും ചെയ്യാതിരിക്കുന്നവരെ എന്തെങ്കിലും ചെയ്യുമെന്ന തയ്യാറെടുപ്പോടുകൂടി ധൈര്യമായിട്ട് ഇറങ്ങുക. നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് പോകാം. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മൾ വിജയിക്കും, ഉറപ്പ്. ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാൾ നല്ലത് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, സാറ് പറഞ്ഞതിന്റെ ടോപ്പിക് കൂടെ വെച്ചുകൊണ്ടാണ് ഞാൻ യൂണിവേഴ്സൽ ബാങ്കിൽ എനിക്കൊന്ന് ചെയ്യാൻ സാധിച്ചത്. കാരണം എന്നും ചെയ്യാണ്ടിരുന്ന ഒന്നും വെച്ചില്ല. അപ്പൊ ഞാൻ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയത് അല്ല, ആ പൈസ അയക്കണമെന്നല്ലേ പറയണത്? അല്ല, ഇപ്പൊ സാറ് പറഞ്ഞേ നമ്മൾ എന്തെങ്കിലും ആക്ഷൻ ചെയ്യണം എന്നുള്ളത്. ആ ആക്ഷൻ ഞാൻ എന്റെ ബിസിനസ്സിൽ അത് സാറ് ചെയ്തോ? നാളെ പറഞ്ഞാൽ മതി. അല്ല, ഞാൻ സാറിന്റെ ടോപ്പിക്കുമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ആക്ഷൻ എടുത്താൽ മാത്രമാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഓ, അപ്പൊ യൂണിവേഴ്സൽ ബാങ്ക് ചെയ്യാനോ പറയാനോ? അങ്ങനല്ല. ഞാൻ അങ്ങനെ എന്റെ ബിസിനസ്സിൽ ആക്ഷൻ എടുത്തപ്പോ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യം ഞാൻ ചെയ്തപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഏണിങ്സ് കൂടെ ചെയ്യാൻ സാധിച്ചതെന്ന് പറയുക. സാധിച്ചത് പറയണം. അത് തന്നെ, ആ എക്സ്പീരിയൻസ്. അങ്ങനെ ഓക്കെ, അത് തന്നെ. അല്ല, എന്നാലേ നാളെ പറയാം ബാക്കി. അതല്ലേ നല്ലത്. ആരും പോണില്ലേ? വേണ്ട, അധികം ചർച്ച വേണ്ട നമുക്ക്. ആവശ്യത്തിനൊക്കെ ഓക്കെ.